മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിഖാബ് വലിച്ചു താഴ്ത്തിയ മുസ്ലിം വനിത ഡോക്ടർ നുസ്രിത് പർവീൻ ജോലി ഉപേക്ഷിക്കുന്നു. നിയമനക്കത്ത് കൈപ്പറ്റിയെങ്കിലും അപമാനഭാരം കാരണം ജോലിക്ക് ചേരുന്നില്ല എന്ന നിലപാടിലാണ് ഇവർ. ഈ മാസം 20-ന് ജോലിയിൽ ചേരാനായിരുന്നു നിയമനക്കത്ത് ലഭിച്ചിരുന്നത്. നുസ്രിത്തിനെ ആശ്വസിപ്പിച്ച് ജോലിയിൽ ചേരാൻ കുടുംബാംഗങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിലും അവർ പിൻവാങ്ങുകയാണ്. ഡിസംബർ 15-ന് ആയുഷ് ഡോക്ടർമാർക്കായുള്ള നിയമന കത്ത് വിതരണ ചടങ്ങിലാണ് നിതീഷ് കുമാർ അപമര്യാദയായി പെരുമാറിയത്. ഡോക്ടർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനിടെ അവരുടെ നിഖാബ് അതായത് മുഖാവരണം ഊരിമാറ്റാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയായിരുന്നു. കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ മുഖവും ശരീരവും മൂടുന്ന മതപരമായ വസ്ത്രമാണ് നിഖാബ്. ഇതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി നിതീഷ് കുമാറിനെ തടയാൻ ശ്രമിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടെ നിഖാബ് വിവാദത്തിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് നടത്തിയ പരാമർശവും വിവാദമാവുകയാണ്. നിതീഷ് കുമാർ നിഖാബ് താഴ്ത്തപ്പെട്ട യുവതി ജോലി സ്വീകരിക്കുന്നില്ല എന്ന വാർത്തയോട് പ്രതികരിക്കുമ്പോഴായിരുന്നു ഗിരിരാജ് സിംഗിന്റെ വിവാദ പരാമർശം. ജോലി സ്വീകരിക്കുമെങ്കിൽ സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ വല്ല നരകത്തിലും പോട്ടെ എന്നായിരുന്നു സിംഗിന്റെ പ്രതികരണം. പൊതുപരിപാടിക്കിടെ യുവതിയുടെ നിഖാബ് താഴ്ത്താൻ ശ്രമിച്ച നിതീഷ് കുമാറിന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. നിതീഷ് കുമാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങാൻ പോകുമ്പോൾ മുഖം കാണിക്കേണ്ടതല്ലേ എന്നും ഗിരിരാജ് സിംഗ് ചോദിച്ചു. ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ല എന്നും ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് എന്നും പറഞ്ഞ ശേഷമാണ് യുവതിയെ ലക്ഷ്യമിട്ട് അധിക്ഷേപ പരാമർശം ഉണ്ടായിരിക്കുന്നത്. പാസ്പോർട്ട് എടുക്കുമ്പോഴും വിമാനത്താവളത്തിൽ പോകുമ്പോഴും മുഖം കാണിക്കേണ്ടി വരുന്നതായി ചൂണ്ടിക്കാട്ടിയ സിംഗ് ഇത് ഇന്ത്യയാണ്, പാകിസ്ഥാനല്ല എന്നും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിനെതിരെ കോൺഗ്രസ് MP താരിഖ് അൻവർ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. മനോനില തകരാറിലായ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരരുത് എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിതീഷ് കുമാറിന്റെ പ്രവൃത്തി നീചമാണ് എന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. നിതീഷ് കുമാർ നിഖാബ് ഊരാൻ ശ്രമിച്ചത് JDU-BJP സഖ്യത്തിന്റെ സ്ത്രീകളോടുള്ള മനോഭാവമാണ് കാണിക്കുന്നത് എന്ന് RJD വക്താവ് ഇജാസ് അഹമ്മദ് പറഞ്ഞു. ഗിരിരാജ് സിംഗിനെ പോലുള്ള നേതാക്കൾ ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന കാര്യം ഓർക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓരോ പൗരനും സ്വന്തം മതവിശ്വാസം പിന്തുടരാനുള്ള അവകാശമുണ്ട് എന്നും നിതീഷ് കുമാർ നടത്തിയ നടപടി നാണം കെട്ടതാണ് എന്നും താരിഖ് അൻവർ വിമർശിച്ചു. നിതീഷ് കുമാർ മറ്റെവിടെയെങ്കിലുമാണ് തൊട്ടതെങ്കിലോ എന്ന വാക്കുകളാണ് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പരാമർശത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നതോടെ സഞ്ജയ് നിഷാദ് വിശദീകരണവുമായി രംഗത്തെത്തി. തന്റെ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എന്നും പൂർവാഞ്ചൽ മേഖലയിലെ സംസാര ശൈലിയിലെ ഒരു സാധാരണ പ്രയോഗം മാത്രമായിരുന്നുവെന്നുമാണ് അദ്ദേഹം ഇതിനെ വിശദീകരിച്ചത്.